പള്ളിപ്പുറം കടവുങ്കശ്ശേരി ശ്രീ ഭദ്രകാളി അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലെ നിറപുത്തരി ചടങ്ങ് നിരവധി ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തിൽ നടന്നു. കടുവങ്കശ്ശേരി ശ്രീ ഭദ്രകാളി അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ ഭക്തിസാന്ദ്രമായ നിറപുത്തരി മഹോത്സവം നടന്നു. നൂറ്റാണ്ടുകളുടെ പൈതൃകത്തെയും 600 വർഷം പഴക്കമുള്ള പനമരത്തെയും സാക്ഷിയാക്കി നിലകൊള്ളുന്ന കടുവങ്കശ്ശേരി ശ്രീ ഭദ്രകാളി അന്നപൂർണേശ്വരി ക്ഷേത്രം ഇന്ന് ദേവി ഭക്തിയാൽ നിറഞ്ഞു. കർക്കിടക മാസത്തിലെ മഹത്തായ കർമ്മമായി കരുതപ്പെടുന്ന നിറപുത്തരി മഹോത്സവമാണ് ഭക്തജനങ്ങളുടെ ഹൃദയം നിറച്ചത്. വയലിൽ നിന്നും കൊയ്തെടുത്ത ആദ്യ വിളവിന്റെ അരി ദേവിയുടെ പാദപത്മങ്ങളിൽ സമർപ്പിക്കുന്നതിന് ഘോഷയാത്രയായി ക്ഷേത്രത്തിലേക്ക് എത്തിച്ചപ്പോൾ മുഴങ്ങുന്ന ചെങ്കലശങ്ങൾ, താളമേറിയ പഞ്ചവാദ്യം, ദീപങ്ങളുടെ പ്രകാശം എല്ലാം കൂടി അന്തരീക്ഷം ഭക്തിഭാവത്തിൽ മുങ്ങി. അന്നദാതാവായ അമ്മയുടെ അനുഗ്രഹം വർഷം മുഴുവൻ വീടുകളിലും വയലുകളിലും നിറയട്ടെ എന്ന ഭക്തജനങ്ങളുടെ പ്രാർത്ഥനകൾ മന്ത്രോച്ചാരങ്ങളുടെ താളത്തിൽ ക്ഷേത്രാങ്കണത്തിൽ പതിഞ്ഞു. ക്ഷേത്രം മേൽശാന്തി വിജയ് ബോസ് ശാന്തി നേതൃത്വം വഹിച്ചു. എൻ്റെ പേര് വിജയ് ശാന്തി. ഞാൻ ഇവിടെ ഈ ക്ഷേത്രത്തിൽ 2017 മുതൽ മേൽശാന്തിയായിട്ട് തുടരുകയാണ്. നിലവിൽ ഇവിടെ നമുക്ക് കടുവങ്കശ്ശേരി ഭദ്രകാളി അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ 2 പ്രധാന ദേവതകളാണുള്ളത്. ഭദ്രകാളി, അന്നപൂർണേശ്വരി. തുല്യ പ്രാധാന്യത്തിലാണ് നമ്മൾ എല്ലാ പൂജകളും ചെയ്തു വരുന്നത്. ഏകദേശം വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഇവിടെ കടവിൽ കച്ചേരി അങ്ങനത്തെ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അവിടെ വെച്ചായിരുന്നു എല്ലാ കാര്യങ്ങളൊക്കെ നീക്കുപോക്ക് ഉണ്ടായിരുന്നത്. ആ ഒരു പേരാണ് നമ്മൾ കടുവങ്കശ്ശേരിയായിട്ട് മാറിയത്. കടവും കച്ചേരിയും കൂടി ചേർന്നിട്ടാണ് കടുവങ്കശ്ശേരിയായിട്ട് പ്രധാനമായിട്ട് വന്നത്. തന്ത്രി സന്തോഷ് ശാന്തിയുടെ നിർദ്ദേശപ്രകാരം ദിലീപ് ശാന്തി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ചടങ്ങിന്റെ ഭാഗമായി മഹാഗണപതി ഹോമവും ഭഗവതി സേവയും ദേവി ഭക്തിയുടെ ഉന്നതിയിൽ എത്തിച്ചു. ക്ഷേത്രത്തിൽ സർവൈശ്വര്യങ്ങൾക്കും അഭിവൃദ്ധിക്കും വേണ്ടി നടത്തുന്ന ചടങ്ങാണ് നിറപുത്തരി. കടവെന്നും കച്ചേരിയെന്നും ചേർന്നാണ് കടുവങ്കശ്ശേരി എന്ന പേര് ജനിച്ചതെന്ന ചരിത്രവിശേഷം ഇന്നത്തെ ചടങ്ങിൽ ഭക്തജനങ്ങൾക്ക് പൈതൃകത്തോടുള്ള അഭിമാനം കൂട്ടി. ഇതൊരു ധർമ്മ ദൈവാചരണത്തില് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പൂജിച്ചു വന്നൊരു തറവാടാണ്. ഏകദേശം ഈ വൈപ്പിങ്കരയുടെ ചരിത്രം തന്നെ പറയപ്പെടുന്ന ഒരു ഒരു പഴക്കമുണ്ട്. നമുക്കൊരു 600 വർഷം പഴക്കം പറഞ്ഞിട്ടുള്ള ഒരു പനമരം നമ്മളുടെ ഇവിടെ ഉണ്ട്, ഒരു മൂലസ്ഥാനത്ത്. അവിടെ നിന്ന് നമ്മൾ ആ കാലഘട്ടത്തിൽ നിന്ന് തന്നെ ഇത് ആചരിച്ചു തുടങ്ങിയ ഒരു ക്ഷേത്രമാണ്. ശരിക്കും പകല് പോലും ഈ പനയുടെ ഭാഗത്തൂടെ ആരും നടക്കില്ലായിരുന്നു. കാര്യം അത്രക്ക് അതെ ശുദ്ധിയോടും വ്രതത്തോടും കൂടിയല്ലാതെ ഇതിലെ ആരും വിളവിന്റെ മധുരം അമ്മയ്ക്ക് അർപ്പിച്ച് സമൃദ്ധിയും ഐശ്വര്യവും അനുഗ്രഹമായി വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന ദിനമായിരുന്നു ഇന്നത്തെ നിറപുത്തരി മഹോത്സവം. ന്യൂസ് ഡെസ്ക്, നാട്ടുവാർത്ത, പള്ളിപ്പുറം.